കണ്ണൂർ വിഷനിലെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മാവേലിയോടൊപ്പം എന്ന ഓണപരിപാടിയുമായിട്ട് ഇപ്പോൾ ഞാനിപ്പോൾ വെണ്ണൂർ വെണ്ണൂരുള്ള നമ്മുടെ ജനത മിൽക്ക് പോയിന്റിലാണ്. അതായത് നമ്മുടെ നാഷണൽ ഹൈവേയുടെ തൊട്ട് താഴെയായിട്ടാണ് ഇപ്പോൾ നമ്മുടെ ജനത മിൽക്ക് പോയിന്റ് വലിയൊരു സ്ഥാപനം എന്ന് പറയുന്നത്. ഒരുപാട് അത് ഐസ്ക്രീമിൻ്റെ ഒരു ഏരിയ, ഐസ്ക്രീം പിന്നെ യൂണിറ്റ് വേറെ തന്നെ അങ്ങനെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള പാൽ ഉൽപ്പന്നങ്ങൾ ഉള്ള ഒരു പിന്നെ സ്ഥാപനമാണ് നമ്മുടെ ജനത മിൽക്ക് പോയിന്റ് എന്ന് പറയുന്നത്. മാത്രമല്ല ഇവിടെ ജനത ചാരിറ്റബിൾ സൊസൈറ്റി ഓഫീസ് ഇതിൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ നേരെ ജനത ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഓഫീസിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെയാണ് ഇതിൻ്റെ എന്താ പറയുക, നമ്മുടെ ഈ ജനത പിന്നെ ഈ ഒരു പിന്നെ മിൽക്ക് പോയിൻ്റിൻ്റെ ഇതിൻ്റെ ആൾക്കാർ, ഇതൊരു സൊസൈറ്റിയാണ്. സൊസൈറ്റിൻ്റെ മിൽക്ക് മെയിനായിട്ടുള്ള ആൾക്കാരൊക്കെ ഇതിൻ്റെ മുകളിലുള്ളത്. അപ്പം ഞാനും മഹാബലിയും കൂടി മാവേലിയോടൊപ്പം ഇവിടെ ജനതയുടെ ഓഫീസിലേക്കോട്ട് പോവാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ അഡ്വാൻസായി നിങ്ങളൊക്കെ കാണാനായിട്ട് വന്നതാണ്. അപ്പോൾ സമയം കുറവേ ഉള്ളൂ, അതുകൊണ്ട് നേരത്തെ തന്നെ ഒന്ന് വന്ന് കാണാം അല്ലേ. അല്ല, ഈ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഓണത്തിനൊന്ന് പൊട്ടിപ്പിടിക്കാൻ കഴിയും. അതേ സെയിം തന്നെ സെയിം. അന്ന് പിന്നെ വലിയ ആഘോഷമുണ്ട്, ഒരുപാട് ഭാരവാഹികൾ. മാവേലിക്ക് മാറ്റം വന്നു. അപ്പോൾ നമ്മുടെ ജനതാ പാലിൻ്റെ ഓഫീസിലുള്ളത് പ്രകാശ് സാർ കൂടെ നമ്മുടെ കൂടെയുണ്ട്. നമസ്കാരം. അപ്പോൾ നമ്മുടെ പ്രസിഡന്റ് സെക്രട്ടറി അവിടെ പോയി നമ്മള് വലിയ ഹൈടെക് ഫാം തുടങ്ങുന്നുണ്ട്. അതിന്റെ ഉദ്ഘാടനം അടുത്ത മാസമാണ്. അപ്പോൾ സെക്രട്ടറി പ്രസിഡന്റും ആ ഫാമിന്റെ മേൽനോട്ടത്തിന് അതെവിടെയാണ് തുടങ്ങുന്നത്? ഇവിടുന്ന് ഒരു 5-7 കിലോമീറ്റർ അരവഞ്ചാലം എന്ന് പറഞ്ഞത്. എന്തായാലും ഓണസമ്മാനായിട്ട് ജനതയുടെ പുതിയൊരു സംഭവം കൂടി തുടങ്ങാൻ വേണ്ടി പോവാണ്. ഒരു വലിയ ഹൈടെക് 200 പശുക്കളുള്ള ഫാമാണ്. അതിന്റെ പണിയെല്ലാം ഏകദേശം പൂർത്തിയായി. പശുക്കളെ കൊണ്ടുവരേണ്ട പണി മാത്രമേ ഉള്ളൂ. ഈ പശുക്കൾ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലുള്ള പശുക്കളായിരിക്കും അല്ലെങ്കിൽ പുറത്തു നടന്നുകൊണ്ടിരുന്നത്? കേരളത്തിലുള്ള ഹൈബ്രിഡ് പശുക്കളും ഉണ്ട്, പുറമെ നിന്ന് കൊണ്ടുവരുന്നുണ്ട്. പിന്നെ നല്ല പ്രായപൂർത്തിയായ കിടാരികളെയാണ് ആദ്യഘട്ടത്തിൽ നല്ല കൊണ്ടുവരുന്നത്. പിന്നെ ഘട്ടം ഘട്ടമായിട്ട് അത് ഒരു വർഷം തന്നെ 200 പശുക്കളുടെ വലിയ ഫാമായിട്ട് അത് വികസിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമ്മളിപ്പം ജനതാ പാലിന്റെ ഇപ്പൊ എന്തൊക്കെ പ്രോഡക്റ്റ്, ഇപ്പൊ നമ്മുടെ പിന്നെ എന്തൊക്കെ പ്രോഡക്റ്റ് ഉള്ളു കാര്യമായിട്ട്? വിവിധതരം പാല് ഉൽപ്പന്നങ്ങൾ ഉണ്ട്. പാല് തന്നെ പല പിന്നെ ഹൈ റിച്ച് അങ്ങനെ പല ക്വാളിറ്റിയുള്ള ചായ മാസ്റ്റർ തുടങ്ങിയിട്ട് ഒരുപാട് വെറൈറ്റിയുള്ള പാലുകളുണ്ട്. പിന്നെ തൈരുണ്ട്. പിന്നെ ഐസ്ക്രീമിൻ്റെ പിന്നെ പ്ലാന്റ് താഴെയുണ്ട്. അതുപോലെ ലസ്സി, സംഭാരം, മോര് തുടങ്ങിയ കട്ടിമോര്, മസാല മോര്, അങ്ങനെ പല രീതിയിലുള്ള ഒരുപാട് ഉൽപ്പന്നങ്ങൾ. പാലിന്റെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ഉണ്ട്. പേടൊക്കെ ഉണ്ട്. ഓക്കെ, ശരി. അപ്പൊ നമ്മൾ ഇത്തവണത്തെ ഓണത്തിൽ നമ്മുടെ ഇവിടെ പിന്നെ ജനതയുടെ പ്രിയപ്പെട്ട ഈ ജനതാ സൊസൈറ്റി എന്ന് പറയുന്ന സംഭവത്തിന്റെ അടിത്തറ ഇവിടുത്തെ ജനങ്ങളാണ് അല്ലെ. അപ്പൊ നമ്മുടെ ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ അവർക്ക് ഈ ഓണത്തിനായിട്ട് എന്താ കൊടുക്കുന്ന കാര്യം? ഓണത്തിന് നമ്മൾ സർവീസ് ആനുകൂല്യം ഇതൊക്കെ കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ ഓണ കിറ്റുകൾ കൊടുക്കുന്നുണ്ട്. ഓണത്തിന് 2 ദിവസം മുമ്പ്, ഓണം നമുക്ക് ഏറ്റവും തിരക്കുള്ള ഓണം തലേന്ന് നമുക്ക് ഏറ്റവും തിരക്കുള്ള ദിവസം. അപ്പോൾ അതിനൊരു 3-4 ദിവസം മുമ്പ് പിന്നെ വിഭവ സമുദായ ഓണസദ്യ ഉണ്ടാകാറുണ്ട്. പിന്നെ എല്ലാ ജീവനക്കാർക്കും, നമ്മളെ മൊത്തം കർഷകർക്ക് പാല് കിട്ടുന്ന എല്ലാ കർഷകർക്കും ഓണ കിറ്റ് കൊടുക്കും. അവർക്കൊക്കെ 1 ലിറ്റർ പാലിന് 2 രൂപ വെച്ച് ഇൻസെൻറ്റീവ് വിതരണം ചെയ്യും. അതൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ശനിയാഴ്ച മുതൽ അത് തുടങ്ങും. അപ്പം ജനതയെ ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും ഏതെങ്കിലും തരത്തിലുള്ള സമ്മാനം ജനങ്ങൾക്ക് കൊടുക്കും. ഓക്കെ, മാവേലിക്ക് സന്തോഷമായില്ലേ? ഓ, സന്തോഷമായി. അപ്പൊ അത് ജനത എന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് ഇവിടെ ജനങ്ങളുടെ പങ്കാളിത്തത്തോടു കൂടി അതിനൊരു അടച്ചുറപ്പ് വേണ്ടിയിട്ട് ഇവരുടെ 10 ആളുകളിൽ കമ്മിറ്റി ഭാരവാഹികളായി അത് എന്താ പറയുക നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ അതിൻ്റെ ഒരു മേൽനോട്ടം വഹിച്ചുകൊണ്ട് മുമ്പോട്ട് പോകണം. സത്യത്തിൽ ജനമാണ് ഇതിൻ്റെ പിന്നിൽ. ഇപ്പോൾ മാവേലിക്ക് പറയാനുള്ളത്, അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യാതെ നമ്മൾ ഇവിടെയുള്ള ക്ഷീര കർഷകർ തന്നെ പലതരത്തിലും നമ്മൾ ലോൺ കൊടുത്തിട്ടു, പശുവിന് വാങ്ങാൻ ലോൺ കൊടുത്തിട്ടു അവർക്ക് ചെറിയ സാമ്പത്തികത്തിന് അതിൻ്റെ ഭക്ഷണങ്ങളെല്ലാം കിട്ടുന്ന തരത്തിലെല്ലാം ആക്കി കൊടുത്താൽ അവരൊന്ന് ഉഷാറാവും. കാരണം കാർഷിക മേഖല എന്ന് പറഞ്ഞാൽ എന്തെന്നില്ല, നമ്മുടെ നാട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന വിഷാംശമില്ലാത്ത പച്ചക്കറി ആയാലും പാലായാലും എല്ലാം നമുക്ക് ഉണ്ടാക്കണം. അതിനുവേണ്ടി കർഷകരെ കൂടുതൽ ഉണ്ടാക്കാൻ പ്രോത്സാഹിപ്പിക്കണം എന്നാണ് മാവേലിക്ക് പറയാനുള്ളത്. പോരെ? ഓക്കെ, എന്തായാലും പിന്നെ നമ്മുടെ കണ്ണൂർ വിഷനും മാവേലിയോടൊപ്പം നമ്മൾ വന്നിരിക്കുകയാണ്. അപ്പോൾ സാറിന് നമ്മുടെ കണ്ണൂർ വിഷന് വേണ്ടിയിട്ട് ഒരു ഓണാശംസ പറയാം.
വിഷന്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ജനതാ ചാരിറ്റബിൾ സൊസൈറ്റിയിലെ അത് ബന്ധപ്പെട്ട എല്ലാ ജീവനക്കാരുടെയും അതിനകത്തെ ഓണാംശങ്ങൾ സമർപ്പിക്കുന്നു.